ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പുവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ ഉപ്പാക്ക് പണ്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്ന അതേ റെസിപ്പിയാണ് കേട്ടോ. കൊണ്ടുവച്ച അപ്പം തന്നെ കാലിയാവുന്ന ഉപ്പ പറയാറുണ്ട് കേട്ടോ. പിന്നെ ചായ ചോദിക്കുന്നവർക്കൊന്നും കടിയായിട്ട് കൊടുക്കാനൊന്നും ഉണ്ടാവാറില്ല പറയലുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ. ഇനി ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 500 ഗ്രാം വടപ്പരിപ്പാണ് കേട്ടോ. ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി വേണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഞാൻ ഇതുപോലെ അരക്കാതെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള മറ്റു സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കട്ടെ. ഞാൻ 2 പ്രാവശ്യമായിട്ടാട്ടോ അരക്കണത്. ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാട്ടോ. ഇനി ഞാൻ ഫസ്റ്റത്തെ പ്രാവശ്യം അരച്ചെടുക്കുന്നത് കുറച്ച് അരച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തത് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 15 അല്ലി ഉണ്ടാവും. നമ്മൾ കഴുകിയതിന് ശേഷം തൊലി കളയാതെ ചതച്ചെടുത്ത കേട്ടോ. ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മിക്സ്ചറിൽ വെളുത്തുള്ളി അതുപോലെ ഇട്ടിട്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ, നല്ലൊരു മണമാണല്ലോ വെളുത്തുള്ളിക്ക്. ഞങ്ങളവിടെ മലപ്പുറം ഭാഷയിൽ മിക്സർ എന്ന് പറയട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. വെളുത്തുള്ളിയുടെയും അതുപോലെ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആക്കിയിരിക്കും നമ്മുടെ വടക്ക് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാട്ടോ. ഞാൻ ഒരു 5-6 വറ്റൽമുളക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് നേരത്തെ ക്രഷ് ചെയ്യുമ്പോൾ ചേർക്കുക കേട്ടോ. ഞാൻ ഇവിടെ വിട്ടുപോയതാണ് കേട്ടോ. ഈ ടൈമിൽ ചേർത്താലും നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതിയിട്ട് നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഇത് പരത്തിയെടുക്കട്ടെ. ഉരുട്ടിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ വടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഓയിൽ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സൈഡും ഒരുപോലെ ഒന്ന് മുരിയിച്ചെടുക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ക്രിസ്പി പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ വെളുത്തുള്ളി ചേർത്തിട്ടില്ലെങ്കിൽ അതും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബും ചെയ്ത് കൂട്ടാക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.